Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. Shining star of Jesus. കൂകിപ്പാടും ഒരു പെണ്ണേ, തത്തി തത്തി പാറി നടക്കും തത്തമ്മ പെണ്ണേ, കുറുകുറുകിപ്പാടും കാക്കച്ചിയമ്മേ, തുരുതുറവെയ്യുന്ന മഴയിൽ പാടി ആടിവാ. Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. The shining star of Jesus. Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. Shining star of Jesus. Johnny. ഏദൻ തോട്ടത്തിന്റെ നടുവിൽ ദൈവം സൃഷ്ടിച്ച മരത്തിൽ നിറയെ പാവയ്ക്കായിരുന്നു. നിന്റെ ബോധം പോയോ? ബോധമുണ്ട്. ഞാൻ പറയട്ടെ, പിന്നീട് മനുഷ്യർ അനുസരണക്കേട് കാട്ടി പറിച്ചു തിന്നപ്പോൾ അത് കൈപ്പക്കയായി. എന്റെ അമ്മേ, ജോപ്പന്റെ വെളിപാട്. ദൈവത്തോട് തറുതല കാണിച്ച് മനുഷ്യർ ഈ ഭൂമി തന്നെ ആകെ വഷളാക്കി. ഇനി അടി വേണ്ട. അതെ, ഇനി അടി വേണ്ട, പഴം മതി. വാ, എനിക്ക് നിങ്ങളെ അറിയാം. അതെ, സ്വർഗത്തിൽ ആനയുണ്ടോ? എന്നെ അറിയോ? എന്റെ ജോപ്പ, നിന്റെ മണ്ടത്തരങ്ങൾ കേട്ട് കാവൽ മാലാഖമാർ ചിരിച്ച് ചിരിച്ച് ചിരിച്ച്. ഹായ് ജോണി, ജോമിയ, മിക്കു. ഈ നല്ല കൂട്ടുകാരെ സ്വർഗത്തിനറിയാം. സ്വർഗത്തിൽ ഭൂമിയുണ്ടോ? ഭൂമിയിൽ സ്വർഗമുണ്ടോ? കാടൊരു സ്വർഗമാണ്. നാടും സ്വർഗമാ. എപ്പോഴും അങ്ങനാണോ? പക്ഷെ മനുഷ്യർ മോശമായി. സ്വർഗത്തിലെ ഭൂമിയിൽ ആനയുണ്ടോ? പുതിയ ആകാശവും പുതിയ ഭൂമിയും. അങ്ങെന്തിനാണ് ഭൂമിയിൽ നിന്ന് ജലം കോരുന്നത്? ഭൂമിയിലെ ജലം സ്വർഗത്തിന് വേണോ? പറയാം, എല്ലാം പറയാം. ഞങ്ങൾ മാലാഖയെ ഒന്ന് തൊട്ടോട്ടെ? തൊട്ടോളൂ. എന്നും ഞങ്ങൾ നിങ്ങളെ തൊട്ടാ നടക്കുന്നത്. പക്ഷെ നിങ്ങൾ അറിയാറില്ല. ഞങ്ങൾക്ക് തൊടാമോ? നിങ്ങളും തൊട്ടോളൂ. ആദ്യമായി മാലാഖയെ തൊട്ട ആന ഞാനാണ്. എന്ത് സന്തോഷം! ഇനി പനയും വേണ്ട, പുല്ലും വേണ്ട. മാലാഖയെ തൊട്ട കുരങ്ങൻ ഞാനും. ഇനി പറയോ, അങ്ങ് എന്തിനാണ് ഈ അരുവിയിലെ ജലം കോരിക്കൊണ്ടുപോകുന്നത്? ഞാൻ പറയാം. സ്വർഗരാജ്യം ബലപ്രയോഗത്തിലൂടെ മാത്രമേ നേടാനാവൂ. അതായത് നല്ലവർക്ക് മാത്രം. അതെ, അങ്ങനെ സ്വർഗത്തിലൊരു ബലപരീക്ഷണം നടന്നു. ആനയ്ക്കും അങ്ങനെ പരീക്ഷണം ഉണ്ടാവോ? അടങ്ങ് പൊടിക്കളം, ഞാൻ പറയട്ടെ. തീറ്റ മത്സരമാണേ നല്ല രസമായിരിക്കും. എന്റെ ജോപ്പ, ഒന്ന് മിണ്ടാതിരിക്കെ. ഞാൻ പറയട്ടെ. ഒരിക്കൽ ബുദ്ധിമാന്മാരായ കുറെ ധനവാന്മാർ ഒരു ഉല്ലാസയാത്രയ്ക്ക് പോയി. ഈ അടുത്ത കാലത്ത് അങ്ങ് ദൂരെ പസഫിക് സമുദ്രത്തിലൊരു ദ്വീപിലേക്ക്. പണം നമ്മൾ ആഘോഷിച്ച് തീർക്കണം. ഒറ്റ ജീവിതം, അതടിച്ച് പൊളിച്ച് ജീവിക്കണം. പണത്തിന് മുകളിൽ ഒന്നുമില്ല. അതിനാലാണ് നമ്മൾ ഈ വിമാനം ചാർട്ട് ചെയ്തു പോകുന്നത്. മനസ്സിലായില്ലേ? അതെ, മറ്റു യാത്രക്കാരൊക്കെ ശല്യമാണ്. മറ്റലവലാദികൾ നരകമാണ്. നമ്മുടെ സ്വർഗത്തിൽ നമ്മൾ മാത്രം. അങ്ങനെ അവർ യാത്ര തുടർന്നു. ഒരു മഹാപർവ്വതത്തിനു മുകളിൽ കൂടെ വിമാനം പറക്കുകയായിരുന്നു. അയ്യോ, നമ്മുടെ പണം എല്ലാം തൊലഞ്ഞ് രക്ഷിക്കണേ. കഷ്ടം, അവരെല്ലാരും മരിച്ചോ?
എല്ലാവരും മരിച്ചു. പാവങ്ങൾ, അവരുടെ ട്രിപ്പ് മുടങ്ങി. നിലത്തുകൂടെ മാത്രമേ ആനകൾ ട്രിപ്പിന് പോവാറുള്ളൂ. കാരണം എന്താണെന്നറിയോ? തകർന്നു വീടില്ല. ആ, അതാണ് തടിക്ക് നല്ലത്. ഹോ, എന്റെ കൂട്ടുകാരെ നിർത്ത്. മരിച്ചവർ ദൈവത്തിന്റെ ന്യായത്തിന്റെ മുൻപിലെത്തി. എന്നിട്ട് ദൈവം എന്തു പറഞ്ഞു? ഇനി ഞാൻ പറയുന്നില്ല. നടന്ന സംഭവം നിങ്ങൾ നേരിട്ട് കാണും. എല്ലാവരും എന്നെ തൊട്. അപ്പൊ നടന്ന കാര്യങ്ങൾ നേരിട്ട് കാണാം. കണ്ണടയ്ക്ക്. ഭോഷന്മാരെ, എന്തോ? ഇത് സ്വർഗ കവാടമാണ്. ഇതിലൂടെ പ്രവേശിക്കണം. ഉവ്, ഞങ്ങൾ പ്രവേശിക്കട്ടെ. സാധ്യമല്ല. പ്രവേശിക്കണമെങ്കിൽ വിജയം വരിക്കണം. ഞങ്ങൾ ഭൂമിയിൽ വിജയിച്ചവരാ. സ്വർഗം ഫലവത്താണ്. ഇവിടെയും വിജയിക്കണം. ഇവിടെ എന്താണ് മത്സരം? എന്തിനാണ് ചിരിക്കുന്നത്? മത്സരം പന്തുകളി, കാൽപന്തുകളി. ലാസേഴ്സ് ക്ലബ് നിങ്ങളോട് മത്സരിക്കും. ഞങ്ങൾ കളിക്കാം. ഞങ്ങൾ റെഡി. എങ്കിൽ ഒരുങ്ങിക്കൊള്ളുക. ഇമ്മാനുവേലിന്റെ കോർട്ടിൽ കളി നടക്കട്ടെ. ഞാൻ ദരിദ്രൻ ലാസർ. ഞാൻ പരദേശി. ബാക്കി ഞങ്ങൾ നഗ്നൻ, തടവുകാരൻ, വിശക്കുന്നവൻ, ദാഹിക്കുന്നവൻ. ഈ കളിയിലെ ഞങ്ങളുടെ വിശപ്പുണ്ട്, അപമാനഭാരമുണ്ട്, ദാഹമുണ്ട്, നിസ്സഹായതയുണ്ട്. പണ്ട് നിങ്ങൾക്കിതൊക്കെ പരിഹരിക്കാമായിരുന്നു. ജൽപ്പനം നിർത്ത്, നമുക്ക് കളിക്കാം. ദൈവമേ, ദാസരെ, ജലം, ജലം. കൊടുക്കാത്ത ജലം തിരികെ ലഭിക്കില്ല. ഇനി സമയമില്ല. ഇനി കൈ വലിച്ചോ. ഞാൻ വലിക്കില്ല. എന്ത് രസം. അവർക്ക് ജലം എടുക്കാൻ വന്നതാ ഞാൻ. സമയം കുറെ ആയില്ലേ? അവര് ദാഹിച്ച് ചത്തു കാണും. പൊടിക്കളം, അവർ മരിച്ചതാ. ഇനി മരണമില്ല. മരിച്ചാൽ പിന്നെ സമയവുമില്ല. ദൈവം കാരുണ്യം കാണിക്കും അവരോട്. ലാസറിന്റെ ഗോള് ഭൂമിയിൽ വെച്ച് തടുക്കാൻ പറ്റിയാലേ സ്വർഗത്തിലെ കളിയിൽ രക്ഷപ്പെടൂ, ജയിക്കൂ. അതിനെന്താ ഒരു വഴി? ഇവിടെ വെച്ച് തന്നെ ലാസറിനോട് കൂട്ടുകൂടണം. അവരെ എങ്ങനെ കണ്ടെത്തും? വിശക്കുന്നവർ, ദാഹിക്കുന്നവർ, പരദേശികൾ, എല്ലാം നഷ്ടപ്പെട്ടവർ. വിശക്കുന്ന ആനയും ലാസറാണ്. കുരങ്ങും. സ്നേഹം, കരുണ, ദയ, ഈ വികാരങ്ങളാണ് ലാസറിനെ പരിചയപ്പെടാനുള്ള എളുപ്പമാർഗം. നമ്മുടെ ഈ സൗഹൃദം അങ്ങനെ തന്നെയല്ലേ? ദൂർത്തടിക്കാതെ മറ്റുള്ളവർക്കായി നമുക്ക് സമ്പത്തും കഴിവും മാറ്റിവെക്കണം. കുട്ടികളായ നമ്മൾ ചെറുപ്പത്തിലേ അത് ശീലിക്കാം. തനിക്കായിട്ട് കരുതുന്നവൻ ഭോഷൻ. പാവപ്പെട്ടവന്റെ വീട്ടിൽ സമ്പത്ത് കരുതി വെക്കുന്ന ധനവാൻ ബുദ്ധിമാൻ. കാരണം ലാസറിന്റെ ഒരു ഗോൾ 1.5 ഗോളാ. അത് തടുക്കാൻ പാടാ.